ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡൽഹി ചുറ്റി കറങ്ങി കാണാൻ പോവാണ്. അപ്പോൾ ഓട്ടോ ഒക്കെ വിളിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ റെഡ് ഫോർട്ട് കയറാൻ നിൽക്കുമ്പോഴാണ് ഈ പഹേനെ കണ്ണിപ്പെട്ടത്. എന്നാൽ പിന്നെ ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിച്ചിട്ടാവ ഇന്നത്തെ തുടക്കം എന്ന് പറഞ്ഞ ഒരു ബ്രെഡ് ഓംലേറ്റും കഴിച്ച് ഞങ്ങൾ അതിനെ റെഡ് ഫോർട്ടിലെത്തി. നടക്കാൻ മടിയായതുകൊണ്ട് ഈ വണ്ടി വിളിച്ച് 12 രൂപയായിട്ടായിരുന്നു ടിക്കറ്റ്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വല്ലാത്ത എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉള്ളിൽ കയറാൻ പറ്റി. അങ്ങനെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലെത്തി. മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഉള്ളിൽ കയറിയത് നിതാല് പോസിങ് തുടങ്ങി. മൊത്തത്തിൽ നമ്മുടെ തിരൂർ മാർക്കറ്റ് വന്ന ഫീലും. രണ്ട് സൈഡും ഫുള്ള് കടകൾ. റേറ്റ് ചോദിച്ചപ്പോഴാണ് അതിൽ ഓരോ ഹലാക്കിലെ റേറ്റും. പക്ഷെ കുറെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അന്ന് വൈകിട്ട് സരോജിനി മാർക്കറ്റ് പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷോപ്പിംഗ് അവിടെ നിന്നാക്കാൻ കരുതി. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതെന്തോ മ്യൂസിയാന്നാ പറഞ്ഞത്. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കി. ഉള്ളിൽ കുറെ ഓൾഡ് വൈബ് തന്ത ബിൽഡിങ്സ് ഉണ്ട്. ഇന്ന് വെച്ചാൽ പഴയ കുറെ സീൻ കെട്ടിടങ്ങൾ. ഇത് പിന്നെ അണിഞ്ഞൊരുങ്ങിയാൽ ആരെയിലൊക്കെ കാണിക്കട്ടെ. അങ്ങനെ എസ്തെറ്റിക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് പോസ്റ്റ് ചെയ്യാൻ അത് അങ്ങനെ ഒരു മൊയന്ത്. എവിടെ ക്യാമറ കണ്ടാലും ഓടിപ്പറന്ന് എങ്ങനെയും ഒക്കെ എത്തിക്കോളും. എവിടെ പോയാലും എന്താ നമ്മുടെ കുന്തളിപ്പിന് ഒരു കുറവില്ല. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ജമാ മസ്ജിദ് ആയിരുന്നു. ഉള്ളിൽ കയറാനാണെങ്കിൽ ഒരു ഹലാക്കിലെ സ്റ്റെപ്പ്. അങ്ങനെ പള്ളിയൊക്കെ കണ്ട് പള്ളിയുടെ ഉള്ളിൽ കയറാൻ ചെരുപ്പൊക്കെ ഊരി കൈ പിടിച്ച് അവിടെ പോയപ്പോൾ ഇതിൻ്റെ അപ്പുറം വിസിറ്റേഴ്സ് കിടക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ അടുത്തത് മുഫീദിൻ്റെ വക ഒന്നു കൊടുക്കുന്ന പോസും റിയാസിൻ്റെ വക സീൻ ഫോട്ടോഗ്രാഫിയും. കണ്ട വേറെ വല്ല ഇനി ഒരിക്കൽ തോന്നുകയാണെങ്കിലും ചെക്കൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഓട്ടോ ഒക്കെ പിടിച്ച് ഞങ്ങളിതാ ഒരു സീൻ ഫോട്ടോ എടുക്കാൻ കുറേ നോക്കിയാലും പറ്റിയില്ല. പിന്നെ പോലീസ് മാമ്മമാരുടെ കൂടെ റോഡ് ക്രോസ് ചെയ്ത് 100 മീറ്റർ നടന്ന മതി പറഞ്ഞ ഒരു 500 മീറ്റർ നടന്നപ്പോഴത്തേക്കും ഞങ്ങളിതാ ഇന്ത്യ ഗേറ്റ് എത്തി. മതിലില്ലെങ്കിലും സാധനം കൊള്ളാം. അങ്ങനെ അവിടുന്ന് 4 ഫോട്ടോ എടുത്ത് ഒരു ഓട്ടോയിലും ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കുത്തബ് മിനാർ. ഗായ്സ് എങ്ങനെയുണ്ട് ഗായ്സ്? ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഗൈഡ് റിയാസായോണ്ട് അവൻ പറയുന്ന കഥകൾ കേട്ട് ഞങ്ങൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ദൈവത്തിനറിയാം. ഈ കുത്തബ് മിനാറൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആലോചിച്ചു തൃശ്ശൂർ ഗഡീസ് ഫോട്ടോച്ചി ബോയ്സ് എന്നൊക്കെ എഴുതി വെച്ചിങ്ങനെ. അപ്പം ബൈ.